നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ? അവൾ ആരുടെയും ഒപ്പം മുമ്പിലെ നീ പഠിക്കും. ഒന്ന് പോടാ. ഞാൻ അവളുടെ അടുത്ത് പറയും. പക്ഷെ സമയാവണ്ടേ? ആ, സമയാവളാന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ലാസ്റ്റ് ഇയർ മറക്കണ്ട. അത് ശരിയാ. പക്ഷെ ഒരു ജോലിയൊക്കെ ആവണ്ട എങ്ങനെ അവളുടെ അടുത്ത് പറയാ? ജോലിയായിട്ട് അങ്ങോട്ട് ചെന്ന് പറയാം. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വാ, ക്ലാസ് തുടങ്ങാറായി. അങ്ങനെ സംഭവം ഉണ്ടല്ലോ അല്ലേ? ഞാൻ നല്ലോണം മറക്കുന്നു. നീ മറക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ നിനക്ക് മറവി രോഗം കൂടുതലാ. ഹലോ. എടാ ഞാനാടാ ജിമിൻ. നീ നമ്പറും സേവ് ചെയ്ത് വെച്ചല്ലേ? എന്നൊക്കെ മറന്നൂലേ? പോടാ, അങ്ങനെയൊന്നുമില്ല. നിന്റെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. പിന്നെ എടുക്കാനാണെങ്കിൽ കിട്ടിയില്ല നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട്. പിന്നെ അങ്ങ് മറന്നുപോയി എൻ്റെ കാര്യം. അതല്ലേ. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖക്കുറവൊന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചേ. നമുക്ക് നേരിട്ട് കണ്ടു പറയാം. ഇവിടെ കുറച്ച് തിരക്കില്ല. ഓക്കെ. പിന്നെ കാൽപ്പക്കാര ബീച്ചില്ലേ, അവിടെ വെച്ച് കാണാം കേട്ടോ നമുക്ക്. അങ്ങോട്ട് നീ പോരെ? ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും പോരെ? ഒരു 4:30 ഒക്കെ ആകുമ്പോഴേക്കും. ആടാ, ബൈ. ഇത്ര നാളായില്ലേ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഒന്നിച്ച് സംസാരിച്ചിട്ട്. സത്യം. എടാ, ഞാൻ നിന്റെ അടുത്ത് പറയാൻ വന്നെന്നറിയോ? എനിക്ക് ബാംഗ്ലൂരിൽ നിന്നൊരു ഫ്രണ്ടിനെ കിട്ടിയായിരുന്നു. അവൾക്ക് ചെറിയൊരു അഫെയർ. സോ അത് വീട്ടിൽ പിടിച്ചു. ഹീ സോ റൂട്ട്. സോ അവളെ എവിടെയെങ്കിലും നിർത്തണം. സ്റ്റേ ആണെങ്കിൽ വേറെ ഹോമൊന്നും കിട്ടിയില്ല. സോ നിന്റെ വീട്ടിൽ നിർത്തുമോ എന്ന് ചോദിക്കാൻ. ഏ എൻ്റെ വീട്ടിലോ? ഞാനോ? നീ എന്തൊക്കെയാ പറയുന്നേ? എൻ്റെ വീട്ടിലൊന്നും കയറ്റാൻ പറ്റുമൊന്നുമില്ല. പിന്നെ ഇതിപ്പോ നിന്നെ കാണാൻ വന്ന എൻ്റെ കുറ്റമായി പോയല്ലോ. ജീവിതകാലം മൊത്തമൊന്നും വേണ്ട. അവർക്കൊരു 3 months കഴിയുമ്പോഴേക്കും ഒരു വീട് സെറ്റ് ആവും. അതുവരെ മതിയിടാ. വിശ്വസിച്ച് ആരെയും ഏൽപ്പിക്കണ്ടേ? അതാ. നീ എന്തൊക്കെയാ ജിമിനി ഈ പറയുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ അവളങ്ങനെ കയറ്റും. വീട്ടുകാരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? കാമുകിയെന്ന് പറയാൻ പറ്റൂലല്ലോ. നീ എന്തൊക്കെയാ പറയുന്നത്? അല്ല, അതൊരു നല്ല ഐഡിയയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ജിമിനെ മോനെ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കരുത്. നീ എൻ്റെ ഫ്രണ്ടായി പോയി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കിയാന്. നിനക്ക് ഫ്രണ്ടായി പോയെങ്കിൽ അവളെ വേറെ എവിടെയെങ്കിലും കയറ്റാൻ നോക്ക്. എടാ പ്ലീസ് പ്ലീസ്, അവളൊരു പാവാടാ. നിന്നൊന്നും ചെയ്യില്ല. എന്തായാലും നീ സ്നേഹിക്കണ പെണ്ണിനെ പറ്റി നിന്റെ വീട്ടുകാർക്ക് അറിയാലോ. സോ ഇവളെ ആ പെണ്ണാന്നും പറഞ്ഞ് കൊണ്ടുപോയാൽ മതി. എങ്ങനെ? നീ എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല ജിമിനെ. നീ അങ്ങോട്ട് ആ വളവിലേക്ക് വരുന്നുണ്ടാ, കേട്ടല്ലോ? നീ വേറെ എവിടെയെങ്കിലും വീട് നോക്കിക്കോ അവക്ക്. അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ? സാരില്ല. ലിസയുടെ ഫ്രണ്ട് കൂടെ ആയിരുന്നു അവള്. അപ്പൊ എങ്ങനെ ശരിയാക്കാന്ന് ഓർത്തതാ. ലിസയുടെ ഫ്രണ്ടോ? എടാ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഞാൻ ശ്രമിക്കാം. വീട്ടുകാരോട് ചോദിച്ച് ശ്രമിക്കാം. ലിസയുടെ കാര്യം പറഞ്ഞപ്പോ അവനങ്ങ് വീണ്. അങ്ങനെ ഇപ്പൊ നിനക്ക് അയാളൊക്കെ വേണ്ട. ഞാൻ വേറെ ആരെങ്കിലും സെറ്റാക്കിക്കോളാം. എടാ ജിമിനെ, നീ അങ്ങനെ അങ്ങ് പിണങ്ങല്ലേ. നിന്റെ ബെസ്റ്റി ആയി പോയില്ലേ. നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണ്ടേ? നീ അവളെ കൊണ്ടുപോരെ. ഒരു കാര്യമുണ്ട്, അവളെ 3 months മാത്രം നിർത്താൻ പറ്റും. ഓ ഓക്കെ. അവള് 3 months നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവക്കൊരു വീട് സെറ്റ് ആവും. അതുവരെ മാത്രം മതി. ഓക്കെ. നീ എന്താന്ന് വെച്ചാൽ കാണിക്കും. നീ വീട്ടിലങ്ങനെ കേട്ടുണ്ടോ? അപ്പൊ എല്ലാം സെറ്റായ സ്ഥിതിക്ക് ഞാൻ അവളൊന്ന് വിളിച്ച് പറയട്ടെ ഇപ്പൊ തന്നെ. അതിന് വിളിച്ചൊക്കെ പറയണോ? മെസ്സേജ് അയച്ചാലും പോരെ? അവള് കാണത്തില്ല? ബിസിയാണോ? അതവള് കാണൂന്ന് പറയാൻ പറ്റില്ല. നാളെ തന്നെ വരണല്ലോ. സോ വിളിച്ചു പറഞ്ഞിട്ട് വരാം. ഹലോ ശ്രേയ, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അവനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി എടുത്തു. നീ പോരെ? നിന്റെ ഒരു കഴിവ് തന്നെ. എന്തായാലും താങ്ക് യു ജിമിൻ, എന്നെ സഹായിക്കുന്നതിന്. ഇതൊക്കെ എന്ത് സഹായം? നമ്മള് ബെസ്റ്റേഴ്സ് അല്ലേ? പിന്നെ നീ ആ കാലമാടന്റെ അടുത്തുനിന്ന് എത്രയും പെട്ടെന്ന് മാറാൻ നോക്ക്. ശരി. ഈ ബീച്ചിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് അറിയില്ലേ? അങ്ങോട്ട് വന്നാൽ മതി. നാളെ ഞാൻ വിളിച്ചുകൊണ്ടാക്കിക്കോളാം. ആടാ, ശരി. താങ്ക് യു സോ മച്ച്. എന്നാ ഞാൻ വെക്കുക, അച്ഛൻ വരുന്നുണ്ട്. അങ്ങേര് വന്നോ? പിന്നെ നാളെ വരുമ്പോ അങ്ങേര് കാണണ്ട. സൂക്ഷം കണ്ടൊക്കെ വരാട്ടോ. ശരി, ബൈ.
എന്താടി ഞാൻ വന്നു കഴിഞ്ഞപ്പോ നീ ഫോൺ കട്ടിയത്? ഓ, നിന്റെ ജിമിനായിരിക്കൂലേ? അതെങ്കിൽ തനിക്കെന്താ? മോളായി പോയി. നീ കൂടുതലങ്ങ് കുണയ്ക്കാൻ വരില്ല കേട്ടോടി. ഇവിടെ ഇരുന്നാ മതി. ഏത് വക്കീല ഞാൻ നിങ്ങളുടെ മോളാവുന്നെ? ആ അമ്മ എനിക്ക് ജന്മം തന്നെ. അമ്മയ്ക്ക് പറ്റൊരു വലിയ തെറ്റായിരുന്നു നിങ്ങള്. അല്ലാണ്ട് അതിന് അവള് ചൂസ് ചെയ്തതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ചൂസ് ചെയ്തതിനായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. നിന്റെ അമ്മ എങ്ങനെയാണ് നിന്നെ ചമന്നുകൊണ്ട് നടന്നിട്ട് നീ ഉണ്ടായപ്പോഴേക്കും അവൾ ചത്തു. അത്രേ ഉള്ളൂ അവളുടെ എനർജി. ഒന്ന് ആലോചിക്കണം. നിങ്ങളെ നോക്കിക്കോ, എന്റെ അമ്മേനെ നരകിച്ചതിനെല്ലാം നിങ്ങൾക്ക് കിട്ടും. അന്ന് നിങ്ങൾ എന്നെ വിളിക്കും. കുറച്ച് വർക്കും കൂടെ പെൻഡിങ് ഉണ്ട്. അല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോ ശരിയാക്കാണ്. ഞാൻ പോവാ. എന്തിനാ ദേവ എന്നെ ഇങ്ങനെ? ഒരു നല്ല ജീവിതം പോലും ഇല്ലാണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട്? നിങ്ങൾ കൊണ്ടുപോയിക്കൂടെ? നിങ്ങൾക്ക് നരയിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കും. கடவுள் தந்த கவிதை போல உன்னை நான் பார்க்கிறேன். இதற்கும் மேலே என்ன வேண்டும்? നിങ്ങൾ ഒത്തിരി നേരം എന്നെ വെയിറ്റ് ചെയ്ത് മടുത്തായിരുന്നോ? ഇല്ല ശ്രേയ, നീ കറക്റ്റ് ടൈമിൽ തന്നെ വന്ന. ഇവൻ സിദ്ധാർത്ഥ്. ഞാൻ പിന്നെ നിനക്കറിയാലോ. ഹായ് സിദ്ധാർത്ഥ്. പിന്നെ ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടായല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കുട്ടിയെ എനിക്ക് നേരിട്ട് അറിയില്ലല്ലോ, ആ ഒരു പ്രശ്നം. എന്നാ ഇനി അറിഞ്ഞോളൂ. ഭർത്താവും ഭാര്യയല്ലേ? അതെന്റെ വീട്ടുകാരോട് പറയണെങ്കിൽ അങ്ങനെയൊക്കെ പറ്റും. ജിമിന് നീ എന്താ ചെയ്തേ? ഈ ആൾക്ക് ബുദ്ധിമുട്ടാവില്ല? അവന് ബുദ്ധിമുട്ടൊന്നും ആവില്ല. പിന്നെ നിനക്ക് ബുദ്ധിമുട്ടായാലേ ഉള്ളൂ. അവനെന്തൊക്കെ ശീലല്ലേ? അല്ല, അങ്ങനെയല്ല, സഹായിച്ച് ചെയ്തല്ലേ മതി. കുട്ടി വാ, സമയം കളണ്ട. വിത്തക്കാരെ ഞാൻ നോക്കോളാം. താങ്ക് യു ട്ടോ സിദ്ധാർത്ഥ്. താങ്ക് യു സോ മച്ച്. വെൽക്കം. വാ, വന്നു കയറ്. എന്നാ പിന്നെ ഞാനങ്ങ് പോവാ. ശ്രേയ എന്തിലുണ്ടി വിളിച്ചാൽ മതി. ആടാ, താങ്ക് യു സോ മച്ച്. ബൈ. ஒன்றோடு ஒன்றாய் சேர விதையாக உன்னில் தொலைந்தேனே. ഇതിപ്പോ ആരാ ഈ സമയത്ത്? ചക്കന ഓഫീസിലാലോ പോയെ? നീ എന്താടാ ഈ സമയത്ത്? അതമ്മ, ഞാൻ ഓഫീസിലല്ല പോയെ. എനിക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ കുട്ടിയില്ലേ, അത് ഇവളാ. എന്റെ ദൈവമേ, അവിടെ നിന്ന് വിളിച്ചിറക്കൊണ്ട് പോ. അതൊരു പ്രത്യേക സിറ്റുവേഷനില് അങ്ങനെ ആയമ്മ. പിന്നെ ഞങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. ദൈവങ്ങളെ, ഇതെന്തൊക്കെയാ നടക്കണേ? ഇനിയിപ്പൊ കഴിയാളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? ഏട്ടൻ എന്താന്ന് വെച്ചൊരു തീരുമാനം എടുക്ക്. അവരുടെ ലൈഫ് ഞാൻ അല്ലല്ലോടെ തീരുമാനിക്കുന്നത്, അവരല്ലേ തീരുമാനിക്കുന്നത്. എന്താന്ന് വെച്ചാ അവരായിക്കോട്ടെ. ഇനി കല്യാണം കഴിച്ച് കൊണ്ടുവന്നല്ലോ, അവനാണെങ്കിൽ നല്ലൊരു ജോലിയും കൂടെ ഉണ്ട്. പിന്നിപ്പോ എന്താ പ്രശ്നം? അവൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല. രണ്ടെണ്ണം അച്ഛൻ പറയണ കേട്ടല്ലോ അല്ലേ? ഇനിയിപ്പോ എല്ലാം ഒതുങ്ങി കയറിക്കോളാലോ. മോളെന്തായാലും ഞങ്ങൾക്കൊരു അതിഥി തന്നെ ഇന്ന്. അതുകൊണ്ട് ഞാൻ ഫുഡ് എടുത്ത് വെക്കാം, നിങ്ങൾ കഴിക്കാൻ നോക്ക്. അയ്യോ അമ്മ, ഇന്നിപ്പോ ഞാൻ കഴിച്ചിട്ടാ വന്നെ. ഉച്ചയ്ക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചേ പറ്റുള്ളൂ. വാ, വന്നിരുന്ന് കഴിക്കുക. ഉച്ചയ്ക്കുള്ളത് കഴിക്കാനേ. ശരി അമ്മ.
അയ്യോ ഇതെന്താ കാര്യമാണ്? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അത് അമ്മയുടെ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ. ഓ അതാണോ? പേടിക്കണ്ട, അത് 2-3 ദിവസത്തേക്ക് കാണത്തുള്ളൂ, ആദ്യമേ മാറിക്കോളും. അങ്ങനെയല്ല, എനിക്ക് ചെറുപ്പം മുതല് ഒരമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ഞാനുണ്ടായപ്പോ അമ്മ മരിച്ചുപോയി. അയ്യോ ഐ എം സോറി കേട്ടോ, ഐ എം റിയലി സോറി. അതിന് താനെന്തിനാ സോറി പറയുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ അത് വിട്ടോ, കുട്ടിക്ക് കിടക്കണ്ടേ? രാത്രിയായില്ലേ? അല്ല, സിദ്ധാർത്ഥന് ബുദ്ധിമുട്ടാവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും റൂമിൽ കിടന്നോളാം. കാര്യം ഗസ്റ്റുകൾക്കായിട്ട് റൂം ഉണ്ടെങ്കിലും, പക്ഷെ അമ്മയച്ഛനൊക്കെ ഉള്ള കാരണം അവര് കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇല്ല, അത് കുഴപ്പമില്ല. ഇന്ന് അമ്മയച്ഛനൊക്കെ ഉറങ്ങുന്നവരെ ഞാൻ ഇവിടെ കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് പൊക്കോളാം, എന്റെ സാധനങ്ങളൊക്കെ എടുത്ത്. തനിക്കതാ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ കിടന്നു, കുഴപ്പമൊന്നുമില്ല. താനിവിടെ കിടക്കി കിടന്നോ, പ്രശ്നമൊന്നുമില്ല. മോള് വന്നോ? വന്നിരിക്കേ. നമുക്ക് ഫുഡിന് വല്ല അലർജീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്കൊരു സംശയം കൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ഈ മഷ്റൂം പോലത്തെ ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, അപ്പം തന്നെ അലർജി വരും. ഓ, ഇപ്പോഴൊരു സമാധാനമായി. നിനക്ക് ഇനി ചിക്കൻ വല്ല ലൈക്ക് അലർജിയോ ചിലവർക്കുണ്ടല്ലോ അങ്ങനെ, അപ്പം അങ്ങനെ ആയിരിക്കും എന്ന് ഓർത്തേ ഞാൻ. അപ്പം എന്തായാലും സമാധാനം, ഇതാ കഴിക്കേ. അമ്മ എനിക്കിങ്ങോട്ട് ഫുഡ് എടുത്തു, ഞാൻ കൈ കഴുകിയിട്ട് വരാം. ചെല്ല് ചെല്ല്, എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചാൽ മാത്രം മതി. ഇനി ചെല്ല്. ആ നിങ്ങളൊക്കെ കഴിക്കണമല്ലോ. ആടാ ജിമിനെ, നിന്നെ എത്ര നാളായി കണ്ടിട്ട്. വന്നിരിക്ക്, ഫുഡ് എടുത്ത് വെക്കാം. ഞാൻ നല്ല അപ്പം മുട്ടക്കറി തട്ടിട്ടാന്നേ വന്നിക്കണേ. ഇപ്പൊ ഫുഡൊന്നും വേണ്ട, ഉച്ചവരെ ഇരിക്കാം, ഉച്ചയ്ക്ക് ചോറണം. ആ പിന്നെ എങ്ങനെയുണ്ട് വിശേഷമൊക്കെ? ഓ, ഇവിടെ അങ്ങനെ അങ്ങ് പോണു. നിന്റെ വീട്ടുകാരെന്ത് പറയുന്നു? അമ്മച്ചിക്കൊക്കെ സുഖാണോ? അവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് വയ്യാകൊക്കെ ഉണ്ട്, വയസ്സായിട്ടല്ലേ അതിന്റെ. ശരിയാ, വയസ്സായി വരില്ലേ. എനിക്കൊക്കെ അതെ, വയ്യാണ്ടായി തുടങ്ങി. പിന്നെ മക്കളെ, നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട് കേട്ടാ. അവരൊക്കെ പ്രത്യേകം വന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടാവും, നിനക്കറിയാത്തവരും ഉണ്ടാവും കേട്ടോടാ സിദ്ധാർത്ഥെ. പിന്നെ മോൾ ആദ്യമായിട്ടല്ലേ ഇവിടെ, അപ്പൊ മോക്കും കുറെ പേരെ പരിചയപ്പെടാൻ പറ്റും. അമ്മ എനിക്കിന്ന് വരാൻ പറ്റില്ല, എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട് അർജന്റായിട്ട്. മീറ്റിങ്ങോ? അടുത്ത ഞായറാഴ്ചയോ? ഞായറാഴ്ച അതിന് ആരാടാ ജോലി കൊണ്ട് വെക്കുന്നത്? നിനക്ക് വട്ടായോ? ചുമ്മാ പറയല്ലേ. ശനിയാഴ്ച വല്ല ആയിരിക്കും, ഞായറാഴ്ച അടുത്ത പരിപാടി. അന്നേരത്തെ വെക്കുമ്പോഴേക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വരെയൊക്കെ വന്നോളണം. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ, അന്നൊരു മീറ്റിംഗ് ഉണ്ട്, സത്യമായിട്ടും പറഞ്ഞതാ. ഞാൻ നിന്നെ കള്ളം പറയുന്നത്.
അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഇവള് വന്നോളൂ അമ്മയോടൊപ്പം. നീ എന്നതാ കൊച്ചി പറയണേ? അവളെങ്ങനെ വരാനോ നീ ഇല്ലാണ്ട്? നീ അല്ലേ അവളുടെ ഭർത്താവ്, ഞാനാണോ? അമ്മ, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല. ചുമ്മാ കിടന്ന് തർക്കിക്കരുത്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അമ്മ വേണ്ടമ്മ, നിർബന്ധിക്കണ്ട. ആ, ഏട്ടന് എന്തെങ്കിലും ജോലി വർഷമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. സാരല്ല, എനിക്ക് ഇവരൊക്കെ പിന്നെയും കാണാമല്ലോ. ഞാൻ പിന്നെ എപ്പോഴേലും വന്ന് കണ്ടോളാം അമ്മ ഇവരൊക്കെ. എന്നാലും അതെങ്ങനെയാ മോളെ, ഇനി 1 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ഫാമിലി മീറ്റിംഗ് ഒക്കെ കൂടത്തുള്ളൂ ഇവിടാനെ, അതല്ലേ? അതൊന്നും കുഴപ്പമില്ല, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. നിനക്ക് സമാധാനമായല്ലോ ആ കൊച്ചിനെ കരയിപ്പിച്ച് കഴിഞ്ഞപ്പോ? ആ കൊച്ചു ആദ്യമായിട്ടില്ല ഇടവിടൊക്കെ ഒന്ന് കാണുന്നത്. നീ പിന്നെ ഇതിനെ കെട്ടിക്കൊണ്ടുവന്ന്? അതിനാര് കെട്ടിക്കൊണ്ടുവന്നു? എല്ലാം നിർബന്ധിച്ചല്ലേ. നീ എന്തൊക്കെയാടാ കൊച്ചി പറയുന്നത്? ആൻറ്റി, അത് അവൻ്റെ മൂടൊന്നും ശരിയല്ലാത്തതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ സെറ്റാക്കി എടുത്തോളാം. ആൻറ്റി ചെല്ല്, വാടാ. നീ എന്നതാ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മയുടെ അടുത്തൊക്കെയാണോ അങ്ങനെ പറയുന്നത്? നിന്റെ അടുത്ത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറ്റി ഒരു സൂചന കൊടുത്തേക്കരുതെന്ന്. എടാ, അതെൻ്റെ കൈവിട്ട് പോവാ അവളുടെ കാര്യം ഓർക്കുമ്പോൾ. അവള് അവളുണ്ടാവൂടാ ആ ഫംഗ്ഷനിൽ. ഞാൻ എങ്ങനെ അവളെ... എടാ, നമുക്കിങ്ങനെ സെറ്റാക്കാം. പക്ഷേ നീ ഈ ഫംഗ്ഷന് പോയേ പറ്റൂ. പ്ലീസ്, എനിക്ക് വേണ്ടെങ്കിലും പ്ലീസ്. എനിക്കറിയില്ല, അന്നേരത്തേക്ക് സെറ്റാവണേ പോവാം. ശ്രേയ, നീ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. അതവൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. നീ ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി. 3 മാസത്തല്ലേ ഉള്ളൂ. ശ്രേയ, ഐ എം സോ സോറി. ഇന്നത്തെ കാര്യങ്ങളൊക്കെ അതെനിക്കറിയില്ല. ഞാൻ എന്തായാലും അതിന് സമ്മതിച്ചിട്ടുണ്ട് അമ്മയടുത്ത്. താൻ വിഷമിക്കണ്ട, എനിക്ക് തന്നെ മനസ്സിലാകും. പിന്നെ ഞാൻ 3 മാസം കൂടെയല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുവരെ എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് ഞാൻ പൊക്കോളാം. ഒരിക്കലും തൻ്റെ പ്രൈവസിയിൽ ഞാൻ ഇടപെടാൻ വരില്ല. താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. എന്നാ വാ, കിടക്കാം. ആ ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ അവരൊത്തിരി അടുത്തിരുന്നു. എടോ, താൻ റെഡിയായില്ലേ? ഞാൻ എന്തായാലും റെഡിയായി. അമ്മയോട് താഴെ കിടന്ന് വിളിക്കുന്നുണ്ട്, അതാ ചോദിച്ചേ. പിന്നെ ഞാൻ എപ്പോഴേ റെഡി, വാ നമുക്കിറങ്ങാം. വാവ്, നിന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ. ഈ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു സോ മച്ച്. വാ, പോവാ. ആഹാ, എൻ്റെ മോള് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട് മോളെ കാണാനായിട്ട്, സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു അമ്മ. വാ നമുക്ക് പോവാം.
ഡു യു നോ മീ? ആ ലിസ, നീ എന്താ ഇവിടെ? സിദ്ധാർത്ഥ്, എനിക്ക് കുറച്ച് കാര്യം നിന്റെ അടുത്ത് പറയണം. താൻ പറഞ്ഞു, എനിക്ക് കേൾക്കാം. അത് ഇവിടെ വെച്ച് പറ്റില്ല, പ്രൈവറ്റ് ആയിട്ട്. സിദ്ധാർത്ഥ് ചെല്ല്, എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും. ചെല്ല്. ഇനി പറ, എന്താ പറയാനുള്ളത്? സിദ്ധാർത്ഥ്, നീ കല്യാണം കഴിച്ചില്ലേ? അത് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പറയാൻ പറ്റിയ സാഹചര്യത്തിലല്ലായിരുന്നു, അതുകൊണ്ടാ പറയാണ്ടിരുന്നത്. നിനക്കൊന്നും എന്നോട് പറയാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞേനെ. നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ? 3 വർഷമായി നിന്നെയും തപ്പി ഞാൻ നടക്കുന്നു ഒന്ന് പറയാൻ. അപ്പത്തേക്കും ഇനിയിപ്പം നീ കല്യാണം കഴിച്ച സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. ഹാപ്പി മാരീഡ് ലൈഫ്. സിദ്ധാർത്ഥ്, നീ എന്തേ കാണിക്കുന്നേ? ആ നീ നീ വന്നോ? എവിടെ വെച്ച് ഒന്നും പറയാൻ പറ്റില്ല. വീട്ടിൽ ചെന്നിട്ട് നിന്റെ അടുത്ത് ഞാൻ എല്ലാം പറയും. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളെന്തേലും? എന്താന്ന് അറിയാനില്ല നിനക്ക്? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വാ ഇവിടെ, എല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിന്റെ കൈ വീട് സിദ്ധാർത്ഥ്. എന്നെ വീട്, എന്നെ വീട്. നീ വാ ഇങ്ങോട്ട്. നീ ഒരൊറ്റ ഒരുത്തി കാരണം ഇതല്ല. എന്തിനു ചെയ്തെന്ന്? അതിന് മാത്രം എന്താ നടന്നേ സിദ്ധാർത്ഥ്? കാര്യം പറ. എൻ്റെ 5 വർഷത്തെ പ്രണയ അവളോടുള്ളത്. നിന്നെ കല്യാണം കഴിച്ച പേരിൽ അവൾ എന്നെ ഇട്ടിട്ട് പോയി. പറയടി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ട? നിനക്ക് വേണ്ടി മാത്രം ഇറങ്ങിപ്പോക്കോ. നീ മേലെ എൻ്റെ കൺമുമ്പിൽ പോലും കണ്ടുപോരുത്. സിദ്ധാർത്ഥ്, ഞാൻ പറഞ്ഞോട്ടെ, പ്ലീസ് ഒന്ന് കേക്ക്, പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ടെന്നാ പറഞ്ഞേ. നീ ഇറങ്ങിപ്പോന്നാലോ പിടിച്ചിറക്കണോ? വേണ്ട, ഞാൻ പൊക്കോളാം. എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. ഇനി ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. ഐ എം സോറി, ഐ എം റിയലി സോറി.